മൈസൂർ നഗരവികസന അതോറിറ്റി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് ഇഡിയുടെ നോട്ടീസ്. സിദ്ധരാമയ്യക്കെതിരായ ഭൂമി കുംഭകോണ കേസിൽ ലോകായുക്ത കർണാടക ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. കെ.വി. ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, എന്തുകൊണ്ടാണ് ഈ അഴിമതി കേസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് ഇഡി നോട്ടീസ് അയച്ചത്? ആ സാഹചര്യം എന്താണ്? രതീഷ്, ഈ കേസ് എന്നുള്ളത് മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി 14 പ്ലോട്ടുകൾ മാറ്റി എന്നുള്ളതാണ് കേസിന് ആധാരമായിട്ടുള്ള സംഭവം. ആ കേസിലാണ് ഇഡി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി, അതോടൊപ്പം തന്നെ കർണാടക നഗരവികസന വകുപ്പ് മന്ത്രി ബൈരതി സുരേഷ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ 300 പേരുടെ സ്വത്തുക്കൾ ഇഡി മരവിച്ചിരുന്നു. അതായത് ഈ മൈസൂരു മൂഡ കേസുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെയാണ് ഈ 300 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചത്. അതിന്റെ തുടർ നടപടിയെന്നോണമാണ് ഇപ്പോൾ പാർവതിക്കും ബൈരതി സുരേഷിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറുവശത്ത് കർണാടക സർക്കാരിന് കീഴിലുള്ള ലോകായുക്ത പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കേസിന്റെ അന്വേഷണം എവിടെ വരെയായി എന്നുള്ളത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഈ കേസിലെ മുഖ്യ പരാതിക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് സ്നേഹമയി കൃഷ്ണ കേസ് CBI അന്വേഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ വാദം കേൾക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയെ ഈ കേസിൽ വിചാരണ ചെയ്യാൻ ഗവർണർ നൽകിയ അനുമതി, അതിന് സിംഗിൾ ബെഞ്ച് ഗവർണറുടെ അനുമതിയെ ശരിവെച്ചിരുന്നു. ഇതിനെതിരെ സിദ്ധരാമയ്യ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും അത് വീണ്ടും മാറ്റിവെക്കുകയാണ്. മാർച്ച് 26-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഇഡിയുടെ കുരുക്ക് വീണ്ടും മുറുകുന്നത്.